പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സാന്ത്വന പരിചരണത്തിൽ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ആദരിച്ചു. ഈ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുക എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ടല്ല, എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകാൻ പറ്റുമല്ലോ. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം. ആ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഉള്ള മഹാമനസ്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നില്ല. എന്നാൽ അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളത് നമ്മുടെ ആശ്വാസകരമാണ്. അപ്പോൾ അത് വളരെ മാതൃകാപരമായി മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിനിടയിലും ഇതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിലേക്ക് എത്തിച്ചേരുന്ന ഡോക്ടർമാരെയും പാലിയേറ്റീവ് നഴ്സുമാരെയും വോളണ്ടിയർമാരെയും അതിനുവേണ്ട എല്ലാ സഹായം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെയും എല്ലാം ഊഷ്മളമായി ഈ സന്ദർഭത്തിൽ ഈ പാലിയേറ്റീവ് ദിനത്തിൽ ഇവിടെ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ച ആൾക്കാരെ ഇവിടെ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ആദരിക്കുകയാണ്. അങ്ങനെ ആദരിക്കപ്പെടുന്ന ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങ് നിർവഹിക്കാറുണ്ട്. ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തുരുത്തിപ്പള്ളി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആദരവ് കൈമാറി. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയന്തി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സുദർശനഭായി, സിനിമോൾ സാംസൺ, ഗീത കാർത്തികേയൻ, ജി ശശികല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗം TP കനകൻ, പ്രകാശൻ സ്വാമി, പൊന്നപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. 21-ാം തീയതി വരെ തുടക്കം കുറിക്കും. നമുക്കറിയാമല്ലോ, സമൂഹത്തിൽ ഒത്തിരി പേര് നമ്മുടെ ഈ പാലിയേറ്റീവ് പ്രവർത്തനം ആവശ്യമുള്ളവരും. ഇപ്പോൾ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 4 പഞ്ചായത്തുകളായി 1300-ലധികം കിടപ്പ് രോഗികളുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് കുറേ കൂടി ശക്തമായി, പല പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് പ്രവർത്തനം നല്ല ശക്തമായി നടക്കുന്നു. മുൻകാലങ്ങളിൽ ഞങ്ങൾ നന്നായി എല്ലാ പ്രദേശത്തും പോയി ഈ കിടപ്പ് രോഗികളെല്ലാം പാലിയേറ്റീവിൻ്റെ നേഴ്സുമാരും അതുപോലെ തന്നെ അത്യാവശ്യം ഇവിടെ ഇരിക്കുന്ന പല ഡോക്ടർമാരും എല്ലാം പോയി കാണുന്ന സംവിധാനം